വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ചിക്കൻ വാങ്ങിച്ചു. അപ്പോൾ അത് ഉള്ളി അതെല്ലാം അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ മോള് ചിക്കൻ ഇങ്ങനെ കഴുകുക. അവൾക്ക് നാണം വരുന്നത്. കുറച്ചേ വാങ്ങിച്ചുള്ളൂ. പിന്നെ ഇന്നെല്ലാം വീടെല്ലാം 2 റൂമേ ഉള്ളൂ. എല്ലാം ക്ലീനാക്കി എല്ലാം ഇട്ടിരിക്കുവാണല്ലോ. പുറത്ത് പിള്ളേരൊക്കെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നു. ചിക്കനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി. ഇനി ഇത് ഒരു സിമ്പിൾ ചിക്കൻ കറി വെക്കണം. അപ്പം അതിനുള്ള പ്രിപ്പറേഷൻ എല്ലാം ഇതെല്ലാം റെഡിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ചിക്കൻ കറിയാണ്. ഇങ്ങനെ തുണി വിരിക്കാനായിട്ട് വന്നാൽ നല്ല വെയിലാണ്. ഞങ്ങളിപ്പോൾ തമിഴ്നാട് തിരുപ്പൂരാണ്. ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. എനിക്കങ്ങനെ വലിയ അങ്ങനൊന്നും ഈ ബ്ലോഗിൽ കൂടെ അങ്ങനെ ഇതായിട്ട് പറയാനൊന്നും അറിയത്തില്ല. എന്നാലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എടുക്കുക കേട്ടോ. ക്ഷമിക്കണം എല്ലാവരും, എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ഇന്ന് നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത്. അപ്പം മൺചട്ടി വെക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് മീൻ കറി ആയാലും വേറെ എന്തായാലും വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ കാലത്ത് ആരും അങ്ങനെ വെക്കാറില്ല. പിന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ആളുകൾ ഇപ്പോൾ ഇതിൽ വെക്കും. പക്ഷെ ഇങ്ങനെ നമ്മൾ സിറ്റിയിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ആരും അങ്ങനെ വെക്കാറില്ല. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ അത് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഉള്ളി അതിലേക്ക് ഇടുക. നമ്മുടെ എണ്ണ അത് നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കും. ചിക്കനിൽ ചേർക്കാനുള്ള മസാല എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ ഇത് എന്ത് മസാല. മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല. അപ്പോൾ അതെല്ലാം അതിലോട്ട് ഇടുക. നമ്മൾ ഇളക്കും. അത് കുറച്ചൊന്ന് കരിഞ്ഞത്. അതേ തക്കാളി അതിലേക്ക് ആഡ് ചെയ്യുക. ഒന്ന് ഇളക്കി ഒന്ന് വഴന്ന് വരട്ടെ. ചിക്കൻ അതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക. ആ ചിക്കൻ അതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. നല്ലതായിട്ടത് ഇളക്കി നമ്മൾ നല്ലതായിട്ടത് ഇളക്കുകയാണ്. എല്ലാം ചിക്കൻ കറി സിമ്പിൾ ഒരു ഇതാണ് കേട്ടോ. സിമ്പിളായിട്ട് വെച്ചൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഇത് നമ്മൾ വേവാനായിട്ട് അടച്ചു വെക്കുക. പിന്നെ തിളച്ച് കാണും, കുറച്ച് വെന്ത് കാണും. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ അതിനകത്ത് ചിക്കൻ മസാല ഇടാം. ഒരു ശകലം ഗരം മസാലയും കൂടി ഇട്ടേക്കാം. ഒരു പൊടിക്ക്.
കറി ഏകദേശം വെന്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയില ഇടുകയാണ്. പക്ഷെ വളരെ സിമ്പിളാണെങ്കിലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് ഞാൻ പല പ്രാവശ്യം സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ വളരെ ടേസ്റ്റിയാണ്. അപ്പം അത് റെഡിയായി. ചോറ് നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ അരി അതിനകത്തിട്ട് ഇനി അത് വേവിക്കണം. ഇപ്പം ചിക്കൻ കറി ഇതേണ്ട റെഡിയായി. അപ്പം നമ്മളെപ്പോഴും പിന്നെ ചിക്കൻ കറി വെക്കുന്ന ടൈമിൽ നമ്മൾ തൈര് വാങ്ങിച്ചിട്ട് നമ്മൾ മഞ്ഞ കളറിലാണ് വെക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് വ്യത്യാസമായിട്ട് കുറച്ച് മല്ലിയില, ഉള്ളി, പച്ചമുളക് എല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. നല്ല ടേസ്റ്റാണിത്. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് ചീര ഇരുന്ന് അത് ചുമ്മാ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റി. പിന്നെ ചിക്കൻ കറി, പിന്നെ ബാക്കി എല്ലാം എല്ലാം ക്ലീനാക്കി പാത്രം എല്ലാം കഴുകി നമുക്ക് ചോറ് കഴിച്ചാൽ മാത്രം മതി. പിന്നെ സൺഡേ ആയതുകൊണ്ട് പിള്ളേരൊക്കെ വെളിയിൽ ഭയങ്കര കളിയാണ്. വെളിയിൽ നല്ല വെയിലാണ് കേട്ടോ, ഭയങ്കര വെയിലാണ്. എല്ലാം കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. രാവിലെ ഒന്നും കഴിച്ചില്ല. രാവിലെ കഴിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് ചോറെല്ലാം റെഡിയായപ്പോൾ പെട്ടെന്ന് കഴിക്കുക. കുറച്ച് കറി ഒഴിക്കുക. വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ഓക്കെ, ബൈ.